കിഡോസ് ഹാപ്പി അല്ലേ? ഉഷാറല്ലേ? അതെ, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ചുറ്റും എന്തെല്ലാം സാഹചര്യങ്ങൾ അൺഹാപ്പി ആയിട്ട് ഉണ്ടാക്കേണ്ട പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിലൊന്നും നമ്മൾ അൺഹാപ്പി ആവരുത്. അതിന് ഞാൻ മൈൻഡ് സെറ്റിനകത്ത് ഞാൻ പറഞ്ഞു തന്നില്ലേ, നമ്മുടെ ഓരോരുത്തരും മൈൻഡ് സെറ്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം മൈൻഡ് സെറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ എല്ലായിടത്തും യൂസ് ചെയ്യുക. നമ്മളെ സന്തോഷിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളായിട്ട് നമ്മുടെ സന്തോഷം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ടീച്ചർ എവിടെയായിരുന്നു ലൈഫ് പറഞ്ഞു നിർത്തിയേ? ഓക്കെ, ഇതിലിപ്പം താങ്ക്സ് എന്നുള്ളത് ഓപ്ഷൻ എനിക്ക് എൻ്റെ അച്ചാച്ചി തന്നു. അതേപോലെ സോറി പറയാനായിട്ട് ഒരു ദിവസം വെച്ചാൽ ഞങ്ങൾ 3 പേര്, ഞാൻ പറഞ്ഞില്ല, തിക് ഫ്രണ്ട്സ്, എൻ്റെ നേരെ മൂത്ത ചേച്ചിയും അതിൻ്റെ മൂത്ത ബ്രദറും, ഞങ്ങൾ 3 പേര് ഏകദേശം ഒരു 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് ഞാൻ എന്ത് കുസൃതി കാണിച്ചാലും ഞാൻ നിന്നങ്ങ് കരയും. അപ്പം ഞാൻ കരയുമ്പോൾ വഴക്ക് കിട്ടുന്നത് മൊത്തം മൂത്തവർക്കിട്ടായിരിക്കും. അത് പിന്നെ അങ്ങനെ എല്ലാ വീട്ടിലും ചെറിയവർക്കായിരിക്കും കൺസിഡറേഷൻ കൂടുതലല്ലേ. അതുപോലെ ആ ഒരു കൺസിഡറേഷൻ ഞാൻ ഒത്തിരി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ദിവസം പിടിക്കപ്പെട്ടു. അതായത് ഞാൻ കുരുത്തക്കേട് കാണിച്ചിട്ട് ചേച്ചിക്കിട്ട് വഴക്ക് കിട്ടും, അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിച്ചിട്ട് ഞാൻ നിന്ന് കരയുമ്പം കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറഞ്ഞോണക്ക് അമ്മ എന്ത് ചെയ്യും? കരയാത്ത കൊച്ചിനിട്ട് അടിക്കും. അപ്പം അങ്ങനെ എൻ്റെ ചേച്ചി ശരിക്കും പറഞ്ഞാൽ എനിക്കിട്ട് കിട്ടേണ്ട പല അടിയും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കിട്ടൊക്കെ അടിയൊക്കെ കിട്ടുമായിരുന്നു. കുരുത്തക്കേട് കാണിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതിനും ഒക്കെ ഞങ്ങൾക്കിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അമ്മച്ചി പറഞ്ഞു, അമ്മച്ചി എങ്ങനെയാ മനസ്സിലാക്കി അത് കുരുത്തക്കേട് കാണിച്ചത് ഞാനാണ് എന്നുള്ളത്. അപ്പം കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും സാധനം താഴെ വീഴ്ത്തി ഇട്ട് പൊട്ടിച്ചതോ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാ. അപ്പൊ അതിന് നിങ്ങൾക്കറിയാവോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പെൻസില് തന്നിട്ടുണ്ടെങ്കിൽ ആ പെൻസിലിന്റെ അവസാനത്തെ ആ പീസ് കൊണ്ട് കാണിക്കുക എന്നുള്ളത് ഒരു നിയമമാണ്. അത് കൊണ്ട് മിസ്പ്ലേസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴൊക്കെ നിങ്ങളോട് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ ഡിസിപ്ലിനകത്ത് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നല്ല കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ ചേച്ചിക്കിട്ടാണ് അതിൻ്റെ എല്ലാം വഴക്ക് കിട്ടിക്കൊണ്ടത്. അങ്ങനെ ഒരു ദിവസം ഞാനാണ് അത് പൊട്ടിച്ചെന്നുള്ളത് മനസ്സിലായപ്പം അമ്മ പറഞ്ഞു, ചേച്ചിയോട് സോറി പറ, അല്ല ചേച്ചിയോട് ക്ഷമ പറ എന്നാ, സോറി എന്ന് പറയല, ചേച്ചിനോട് ക്ഷമ പറ എന്ന് പറഞ്ഞു. ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയും കേട്ടോ. അപ്പം അതിനുശേഷം ഐ എം സോറി എന്നൊക്കെ ഞങ്ങൾ പറയാൻ തുടങ്ങി. അപ്പം സോറി പറയാൻ തുടങ്ങി. ശരിക്കും എൻ്റെ അമ്മയാണ് സോറി പറയാൻ നമ്മളെ പഠിപ്പിച്ചത്. അത് ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും ഞാൻ ഒന്ന് തട്ടി വീണെന്നിരിക്കട്ടെ, തട്ടി വീണാൽ ഓടി വന്നിട്ട് ചിലപ്പം ഞങ്ങളെ ഇപ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്, മോളെ വീണോടാ ചക്കരെ, അയ്യോ എൻ്റെ പൊന്നുമുത്ത് വീണോടാ, ആരടാ നിന്നെ വീഴ്ചേ എന്ന് പറഞ്ഞിട്ട് ആ കല്ലിനിട്ട് ഒരു ചവിട്ടും കല്ലിനിട്ടൊരു അടിയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കും. അപ്പം എന്താ, പിള്ളേർ ഹാപ്പിയാവും. ഇപ്പൊ പിള്ളേരെ ഹാപ്പിയാക്കാൻ വേണ്ടി പേരൻസ് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ പിള്ളേരുടെ ഉള്ളിലേക്ക് റോങ് ഇൻഫോർമേഷനാണ് ചെല്ലുന്നത് അല്ലേ. അതായത് ആ കൊച്ചിനറിയാം, ആ കൊച്ച് നോക്കി നടക്കാഞ്ഞിട്ടാ വീണെന്നുള്ളത് ആ കൊച്ചിനറിയാം. പക്ഷേ ഈ പേരൻസ് ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ പാമ്പർ ചെയ്ത് അവരെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് അവര് ചെയ്യുന്ന തെറ്റ് പോലും അത് മറ്റുള്ളവരുടെ മേലെ പഴിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ടെൻഡൻസി അങ്ങനെയാ കിട്ടുന്നത്. അതായത് കല്ലിനിട്ട് അടിക്കുകയാണ് അമ്മ. കല്ലിനിട്ട് അടിക്കുമ്പം കൊച്ചിന് മനസ്സിലാവും, കൊച്ചു സന്തോഷമാവും. പക്ഷെ കൊച്ചിന്റെ മനസ്സിലേക്ക് എന്ത് കയറും? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കൊച്ചിന്റെ മനസ്സിലേക്ക് എന്താ കയറുന്നേ? നിങ്ങളെല്ലാം ആ പാമ്പറിങ് ചെയ്ത് കിട്ടിയിട്ടുള്ളവരാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പാമ്പറിങ് ഇനി മുതൽ എടുക്കരുത്. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മാറ്റ്. നിങ്ങളെ ഈ പാമ്പർ ചെയ്ത് നിങ്ങൾ ജീവിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ തന്നെ കം ഔട്ട് ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട് ഇല്ലേ. നിങ്ങളുടെ ശരിയും നിങ്ങളുടെ തെറ്റും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തെറ്റാ ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ 10 മിനിറ്റ്സ് നിങ്ങളോട് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ വീണ് കഴിഞ്ഞാൽ ഞങ്ങൾക്കിട്ട് ഒരു വടിയെടുത്ത് അപ്പം ഞമ്മക്കിട്ട് കിട്ടും. നമ്മളതുകൊണ്ട് വീണ് കഴിഞ്ഞാലും മിണ്ടത്തില്ല. അതായത് വീണിട്ട് ഇവിടെ എങ്ങനെ പൊട്ടുന്നതിനേക്കാൾ വേദനയായിരിക്കും അമ്മ വടിയെടുത്ത് തരുന്നത്. അപ്പോൾ കൈ കിട്ടുന്ന വടി വെച്ചിട്ടായിരിക്കും എവിടെ നോക്കിയിട്ടാണ് നടന്നേ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമുക്കിട്ട് ചിലപ്പം എന്ത് കിട്ടുന്നത്, നല്ല അടി കിട്ടുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ പക്ഷെ അങ്ങനെയല്ല. അത് ഞാനടക്കം ചെയ്ത മിസ്റ്റേക്കാണ്.
അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ് സ്വന്തം തെറ്റുകൾ എപ്പോഴും അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അത് മറ്റുള്ളവരുടെ തലയിലേക്ക് പഴിചാരാനും കുട്ടികൾക്ക് ആ ടെൻഡൻസി കൊടുക്കുന്നത് നമ്മൾ പേരൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ശരിയും തെറ്റും കറക്റ്റായിട്ട് ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ച് തന്നെ നമ്മുടെ കുട്ടികളെ വളർത്താൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്നോട് സോറി പറയിപ്പിച്ച് ഞാൻ സോറി പറഞ്ഞ് അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അതുവരെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ പിന്നെ മിക്കവാറും ഗ്ലാസ് പൊട്ടിക്കുന്നതിനാണ് മിക്കവാറും വഴക്ക് കിട്ടുക, അടി കിട്ടുക. അപ്പോൾ അവളുടെ കൈ തട്ടിയിട്ടാണ് പൊട്ടിയെന്ന് ഞാൻ പറയും. അവൾ പറയും അല്ല അത് കൊച്ചിൻ്റെ തന്നെ കൈ തട്ടിയതാന്ന് പറയും. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്താ പറയാ. പക്ഷെ ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, നീ ക്ഷമ ചോദിക്ക്, നീ തെറ്റ് ചെയ്തിട്ട് നീ നിന്ന് കരയുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് എൻ്റെ അമ്മ തിരുത്തി ആ തിരുത്ത്. അതുകൊണ്ട് പലയിടത്തും സോറി പറയുന്നതിൽ എനിക്ക് യാതൊരു മടി ഉണ്ടാവാറില്ല. അപ്പം സോറിയും താങ്ക്സും നമ്മുടെ ജീവിതത്തിൽ 2 പവർഫുൾ ടൂളാണെന്ന് പറയാൻ കാരണം അതാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മോൻ ഒരാൾ ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഇച്ചാൻ പിന്നെ പുറത്തു പോയിട്ട് വന്നപ്പം ആ ഇച്ചാൻ വലിയ വീട് പണിതു. പിന്നെ അന്ന് യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഹാൻഡ് ഫ്ലഷ് ഒക്കെ അവരുടെ വീട്ടിൽ ആദ്യം ഉണ്ടായത്. നമ്മുടെ വീട്ടിൽ പിന്നെ ബക്കറ്റ് ഇങ്ങനെ വെച്ചിട്ട്, ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു, ബക്കറ്റ് വെച്ചിട്ട് ബക്കറ്റിനകത്താണ് വെള്ളം കോരി നമ്മൾ ഹാൻഡ് ഫ്ലഷ് ഉണ്ടായിരുന്നില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇച്ചായൻ ഗൾഫിലായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നത് കുടുംബത്തിൽ ഞങ്ങളുടെ കസിൻസിൽ ആദ്യത്തെ പിന്നെ ബ്രദർ ഇച്ചായൻ അദ്ദേഹമായിരുന്നു ദുബായിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചായൻ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഓരോരോ പെർഫ്യൂമൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പെർഫ്യൂമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പെർഫ്യൂമൊക്കെ അടിച്ച് ഞാൻ നല്ല അഭിമാനത്തോടെ ഞാൻ സ്കൂളിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഈ പെർഫ്യൂമും അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ ഇച്ചായൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇച്ചായൻ്റെ വീട് പണിത് വലിയ കളർ TV വാങ്ങിച്ചത്. ആദ്യം നമ്മുടെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിരുന്നു. അപ്പോൾ അവരാണ് ആദ്യം കളർ TV വാങ്ങിച്ചത്. പിന്നെ ലാൻഡ് ലൈൻ ഫോണ് അവരുടെ വീട്ടിലാണ് ആദ്യം വന്നത്. അതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു. പിന്നെ ആ ഏരിയയിൽ നമ്മുടെ വീട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഫോണും TV ഒക്കെ കളർ TV പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നമ്മുടെ വീട്ടിലേ ഉണ്ടായിരുന്നു. അപ്പം അടുത്തുനിന്നൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ കാണാൻ വരുമായിരുന്നു TV ഒക്കെ. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരും. ഫ്രണ്ട്സ് വരുമ്പം അങ്ങനെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ മലയാളം മൂവി. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാന്ന് തോന്നുന്നു, 4 മണിക്കങ്ങാണ്ടോ. അപ്പം അങ്ങനെ എല്ലാവരും അതും രസമായിരുന്നു കേട്ടോ. വൈകുന്നേരം ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും വൈകുന്നേരം ഫ്രണ്ട്സ് എല്ലാം വരും എന്നുള്ള ഒരു ഇതുണ്ട്. അവരെല്ലാം വന്ന് TV കാണാൻ, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് TV കാണും. അങ്ങനെ എന്താ പറയാ. അപ്പം ഞാൻ പറഞ്ഞെന്താ, എൻ്റെ ആ കസിൻ ഇച്ചായൻ ദുബായിൽ നിന്ന് ഇങ്ങനെ കുറേ പൈസ എല്ലാം കൊണ്ടുവരുന്നത് കണ്ടപ്പം എനിക്കും തോന്നി, എനിക്കും പുറത്ത് പോകണം എന്നുള്ളൊരാഗ്രഹം തോന്നി. എങ്ങനെയെങ്കിലും പുറത്ത് പോകണം, എന്നിട്ട് കുറേ പൈസ ഉണ്ടാക്കണം, എന്നിട്ട് എൻ്റെ അച്ചാച്ചിക്ക് കൊടുക്കണം. ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹം മൊത്തം. എനിക്ക് എൻ്റെ അച്ചാച്ചിക്ക് പൈസ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ അച്ചാച്ചീനെ. അങ്ങനെ ഇരിക്കെ പിന്നെ ഞാൻ ഈ ഇച്ചായനോട് ചോദിച്ച്, ഞാൻ ആക്ച്വലി ടോമി അങ്കിളേന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ടോമിച്ചായൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളെല്ലാം എൻ്റെ പ്രായം, ആ ഒരു ലെവലിലുള്ള പ്രായമുള്ളവർ, അവരെല്ലാം ഈ ചായനെ അങ്കിളേന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഞാനും അങ്കിളേന്ന് വിളിച്ച് നോക്കുന്നത്. അപ്പം ഈ ടോമി അങ്കിള് അങ്ങനെ പുറത്ത് പോയിട്ട് വന്നിങ്ങനെ ഓരോന്നും ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ചായനോട് ചോദിച്ചു, ചായ പിന്നെ എങ്ങനെയാ പുറത്ത് പോകുന്നത്, എനിക്കും പുറത്ത് പോകണമായിരുന്നു എന്ന് പറഞ്ഞു. നീ ചെറിയ കൊച്ചല്ലേ, നീ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ പുറത്തൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പഠിക്കണം അല്ലേ എന്ന് എങ്ങനെ വിചാരിച്ചു. എല്ലാവർക്കും പഠിക്കുക എന്നുള്ളത് ആ ഒരു പ്രായത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ടായതുകൊണ്ട്, എനിക്ക് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, പിന്നെ എനിക്ക് കുറേ പൈസ ഉണ്ടാക്കി എൻ്റെ അച്ചാച്ചിക്ക് കൊടുക്കണം, അച്ചാച്ചിനെ സന്തോഷിപ്പിക്കണം. ഈ ബാക്കി എല്ലാ മക്കളും പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്തിനൊക്കെ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഈ സ്വത്തിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാണ്ടായി. എങ്ങനെയെങ്കിലും അച്ചാച്ചിക്ക് കുറേ പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം എൻ്റെ മനസ്സിൽ വല്ലാതെ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി, എങ്ങനെ പുറത്ത് പോയി പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായി.
പിന്നെ പ്രീ ഡിഗ്രിക്ക് എന്നെ എൻ്റെ ഫാദർ പിന്നെ കണ്ണൂർ കൊണ്ട് ചേർത്തു. അവിടെ ഹോസ്റ്റലിൽ നിർത്തി. ഒരു സമയം വീട്ടിലെ സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ മോള് ഹാപ്പി ആയിട്ട് ഇരുന്നോട്ടെ എന്നെങ്ങാനും വിചാരിച്ചിട്ടും ആവാം, എന്തായാലും എന്നെ ഹോസ്റ്റലിലാണ് നിർത്തിയത്. പിന്നെ മൂത്ത ചേച്ചിയും ഒക്കെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അവർ കുറച്ച് ദൂരം ഉണ്ടല്ലോ പിന്നെ ചേച്ചി പഠിക്കുന്നിടത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എന്നെ അതേപോലെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂർ ചിന്മയ മിഷനിലാണ് പഠിച്ചത്. അങ്ങനെ അവിടെ പഠിച്ചു. 2 വർഷം കൊണ്ട് എൻ്റെ പഠനം എല്ലാം പൂർത്തിയായി. ഹോസ്റ്റൽ ഫീസിനൊക്കെ ആയിട്ട് ഫാദറിന് ഒത്തിരി പൈസയൊക്കെ ചിലവായിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ അറിയാം, എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പൈസ ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഫാദറിന് പൈസ കൊടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത്. എൻ്റെ ആ ബ്രദർ ഒത്തിരി പൈസ പുറത്ത് പോയിട്ട് വന്ന് പൈസ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ വെച്ച് വളർത്താൻ തുടങ്ങി. ഞാൻ അങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. ഞാൻ പുറത്ത് പോകുന്നതും ഫ്ലൈറ്റിൽ പോകുന്നതും അതിനുശേഷം തിരിച്ചു വരുമ്പോൾ കുറേ പൈസ കൊണ്ടുവരുന്നതും എൻ്റെ ഫാദറിന് കൊടുക്കുന്നതും ഫാദറിന് ഒത്തിരി സന്തോഷമാവുന്നതും ഫാദർ ആ പൈസ എൻ്റെ ബ്രദറിന് കൊടുത്തിട്ട് ബ്രദറുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതും. അങ്ങനെ ഞാനിങ്ങനെ സ്വപ്നം കാണുക കേട്ടോ. ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പകൽ സ്വപ്നം, പകൽ കിനാവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പകൽ കിനാവ് പോലെ ഞാനിങ്ങനെ ഈ പുറത്തു പോകുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കും. പക്ഷേ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം BCom പഠിക്കുമ്പോഴും ഞാനിങ്ങനെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൂത്ത സിസ്റ്ററും എൻ്റെ ഇളയ ബ്രദറും കൂടെ ഡൽഹിക്ക് പോയി. അപ്പോൾ അവർ ഡൽഹിക്ക് പോയിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉണ്ട് അവർ കുറച്ചൊരു കെട്ട് പൈസയായിട്ട് വന്നിട്ട് എൻ്റെ ഫാദറിന് കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ, അപ്പം ഡൽഹിക്ക് പോയാലും മതിയല്ലേ, കുറേ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ അവർ എന്നിട്ട് എപ്പോഴും ഹിന്ദിയിൽ ഭയങ്കര സംസാരമാണ്. ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഹിന്ദി പഠിക്കണം. അപ്പോൾ ഞാൻ വെറുതെ എന്നിട്ട് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഡൽഹിയിലൊക്കെ ഇങ്ങനെ പിന്നെ വരണമെങ്കിൽ ഹിന്ദി പഠിക്കണോ? ഹിന്ദി പഠിക്കണം, അവിടെ ലാംഗ്വേജ് ഹിന്ദിയാണ്, വേറെ ലാംഗ്വേജ് ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ ഹിന്ദി പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും വരണം എന്ന് പറഞ്ഞു. അപ്പം നീ ഇപ്പം പഠിക്കുമല്ലേ, പഠിക്കുക നന്നായിട്ട് എന്ന് പറഞ്ഞു. അവിടെയും പഠിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും പിന്നെ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ത്വര കയറി, എന്താ പറയാ, ത്വര. അപ്പം അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡൽഹിക്ക് പോകണം, അപ്പോൾ ഹിന്ദി പഠിക്കണം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഹിന്ദി എല്ലാ ദിവസവും തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് ഹിന്ദി ഫിലിം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ ഈ ഹിന്ദി ഫിലിം കാണാൻ തുടങ്ങി. പിന്നെ ഹിന്ദി സീരിയലുകൾ ഉണ്ടാകാറുണ്ട്. മലയാളം ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഹിന്ദിയുടെ എന്തെങ്കിലും പരിപാടിയാണ്. അപ്പം ഞാനിങ്ങനെ ഹിന്ദിയുടെ പ്രോഗ്രാമുകളെല്ലാം ഇങ്ങനെ കണ്ട് ഒരു 200 പേജിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിനകത്ത് വേർഡുകൾ എഴുതാൻ തുടങ്ങി. വേർഡുകൾ എഴുതി വെച്ച് അതിൻ്റെ ഡിക്ഷണറി ആണെന്നുള്ളത്, അന്ന് ഡിക്ഷണറിക്കകത്ത് നോക്കും എന്താണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഓരോ വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഫിലിം മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഇതേ ഫിലിം പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ പത്രത്തിൽ നോക്കാൻ തുടങ്ങും. കാരണം ഒന്നും കൂടെ ആ ഫിലിം കണ്ടാലേ ശരിക്കും നമുക്ക് ആ അർത്ഥം ഒന്നുകൂടെ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഫിലിം പിന്നെയും വരുന്നതും കാത്തിരിക്കും ഞാൻ. അങ്ങനെ അടുത്ത ഫിലിം എപ്പോഴാണോ വരുന്നത് അതനുസരിച്ച് ഞാൻ എൻ്റെ പിന്നെ എല്ലാ സ്കെഡ്യൂളെല്ലാം ചെയ്ത് വെച്ച് വേഗം പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ട് ഞാൻ ഈ ഫിലിം കാണാനായിട്ട് പിന്നെ ഇരിക്കും. അങ്ങനെ ഈ ഫിലിമിലൂടെ ഞാൻ ഈ ഫിലിം കണ്ട് ഒരു 200 പേജ് ബുക്ക് നിറയെ വേർഡ് മീനിങ്സ് എഴുതി വെച്ച് പഠിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഞാൻ ഹിന്ദി പഠിക്കുമായിരുന്നു. അങ്ങനെ ഹിന്ദി അത്രയും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പം അവർ പിറ്റത്തെ പ്രാവശ്യം അവർ വന്നു. പിറ്റത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇവർ സംസാരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഇവരിങ്ങനെ എന്താ അവർ പറഞ്ഞത്, അവരിനി തിരിച്ചു പോകുന്നില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് ദൈവമേ ഇനി തിരിച്ചു പോകുന്നില്ല എന്നാണോ പറയുന്നത്. അപ്പം ഞാൻ ഹിന്ദി തന്നെ അവരോട് സംസാരിച്ചു. തും ദോനോ ക്യാ ബാത് കർ റേ മുझे മാലൂം പട് ഗയാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടുപേരും എന്നെ അത്ഭുതത്തോട് നോക്കി. അപ്പോൾ നീ എങ്ങനെയാണ് ഹിന്ദി പഠിച്ചേ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ബുക്കിൽ വേർഡെല്ലാം എഴുതി വെച്ച് ഫിലിം കണ്ട് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി ഒന്ന് കാണിച്ചു ആ ബുക്കെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ബുക്കെല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്തപ്പം കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇവർ തിരിച്ചു പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ നിങ്ങൾ തിരിച്ചു പോകുന്നില്ലേ, അപ്പം ഞാൻ ഹിന്ദി എല്ലാം പഠിച്ചത് ഞാൻ ഡൽഹിക്ക് വരാനല്ലേ ഹിന്ദി മൊത്തം ഇരുന്ന് പഠിച്ചത്. അപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്ക് ഡൽഹി മാത്രം പോകണമെന്നില്ലല്ലോ, നിനക്ക് വേറെ എത്ര സ്ഥലങ്ങളിലേക്ക് പോകാം, നീ പഠിക്കുക, നീ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക, നീ ഇപ്പം പ്രീ ഡിഗ്രി എത്തിയതല്ലേ ഉള്ളൂ, പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴും പഠിക്കണം.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പ്രീ ഡിഗ്രിക്ക് നന്നായിട്ട് പഠിച്ചു തുടങ്ങി. പിന്നെ ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി, പുറത്തേക്ക് എങ്ങനെയാണ് പോകാൻ, പുറത്തേക്ക് പോകാൻ എന്താ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ട്രാവൽ ഏജൻസി വഴിയാണ് പുറത്തേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ട്രാവൽ ഏജൻസിയിൽ ജോലി കിട്ടിയാലേ ഇങ്ങനെ നടക്കുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പിന്നെ വേറെ ഫർദർ ഞാൻ ഇച്ചായനോട് ചോദിച്ചൊന്നുമില്ല, ഇച്ചായനെ അങ്ങനെ പിന്നെ കാണലൊന്നുമില്ല. ഞാൻ പിന്നെ ഹോസ്റ്റലൊക്കെ ആയല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ട്രാവൽ ആൻഡ് ടൂറിസം, അപ്പം ബികോമിന് ഞാൻ കാലിക്കറ്റിൽ ജോയിൻ ചെയ്തു. അപ്പം എന്താ, എൻ്റെ ഈ മൂത്ത ചേച്ചിയും രണ്ടാമത്തെ ഏറ്റവും ഇളയ ബ്രദറും കൂടെ കോഴിക്കോട് അവര് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കോഴിക്കോട് ഞാനും പോയി പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബികോമിന് അവിടെ ചേർന്നു. പ്ലസ് അപ്പം ചേച്ചി ഒരു ട്രാവൽ ഏജൻസിയിലാണ് വർക്ക് ചെയ്തത്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞാൽ ട്രാവൽ ആൻഡ് ടൂറിസം കൂടെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ബികോമിൻ്റെ കൂടെ ട്രാവൽ ആൻഡ് ടൂറിസം കൂടെ പഠിച്ചു. ട്രാവൽ ആൻഡ് ടൂറിസം കൂടെ പഠിച്ച് പിന്നെ ബികോം സെക്കൻഡ് ഇയർ എത്തി. ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞു. പിന്നെ അയാട്ട എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അപ്പം ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു അയാട്ട എന്ന് പറഞ്ഞ കോഴ്സും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അയാട്ടയും കൂടെ ചെയ്തു. അയാട്ടയും പാസ്സായി, ട്രാവൽ ആൻഡ് ടൂറിസം പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ട്രാവൽ ഏജൻസിയിൽ ജോലി കിട്ടി. അപ്പം എന്താ, ഞാൻ ജസ്റ്റ് ബികോം സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. അപ്പം ബികോം സെക്കൻഡ് ഇയർ ആയ ഉടനെ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട, എനിക്ക് ജോലി ചെയ്താൽ മതി, എനിക്ക് പഠിക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ബികോം സെക്കൻഡ് ഇയർ കൊണ്ട് എൻ്റെ പഠിത്തം അങ്ങ് നിർത്തി. അത് ടീച്ചർ ഒരു വേള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മളൊരു ഗ്രാജുവേഷൻ അല്ലാത്തത് കൊണ്ട് ടീച്ചർ റിജക്റ്റ് ആയ സംഭവം അത് ടീച്ചറിന് ഭയങ്കരമായിട്ട്, പക്ഷെ ഞാൻ എന്താ പറയുക, അതിൽ വിഷയം വന്നില്ല എനിക്ക്. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഗ്രാജുവേഷൻ വേണമെന്ന് ഞാൻ മക്കളോടെല്ലാം പറയാൻ കാരണം ടീച്ചറിൻ്റെ ഫർദർ സ്റ്റോറിയിൽ നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തു, ജോലിക്ക് കയറി. ആദ്യത്തെ 3 മാസം ട്രെയിനിങ് ആയിരുന്നു. ട്രാവൽ ആൻഡ് ടൂറിസവും അയാട്ടയും കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ആ ട്രാവൽ ഏജൻസി എനിക്ക് ജോലി തന്നു. അത്യാവശ്യം 3500 രൂപ എങ്ങാണ്ടുമായിരുന്നു എൻ്റെ ആദ്യത്തെ സാലറി. എനിക്ക് അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ 3500 രൂപ ഞാൻ എൻ്റെ അച്ചാച്ചിക്ക് കൊണ്ട് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ 2000 രൂപ തിരിച്ചു വാങ്ങിച്ചു. കാരണം എനിക്ക് എന്തൊക്കെയോ ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ആ പൈസ അങ്ങനെ തന്നെ കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് ഞാൻ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ എനിക്ക് തിരിച്ചു തന്നു. അങ്ങനെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. എൻ്റെ ആദ്യത്തെ സാലറി കൊണ്ട് എൻ്റെ ഫാദറിന് കൊടുത്തത്. അങ്ങനെ ഞാൻ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ അവിടുത്തെ മാനേജറുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാ പുറത്തേക്ക് പോകാനായിട്ട് എന്തെങ്കിലും വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, എടോ ഇപ്പം പിന്നെ പുറത്തേക്ക് പിന്നെ നിനക്കൊക്കെ ഒരു സെക്രട്ടറിയുടെ ലെവലിലൊക്കെ അല്ലേ പറ്റുക, നമുക്ക് അങ്ങനത്തെ വിസയൊന്നും ഇല്ല ഇവിടെ. ഈ ഹെദ്ദാമ്മയുടെ വിസ, ഹെദ്ദാമ്മ എന്ന് പറഞ്ഞാൽ എന്താ, ഹൗസ് വൈഫിൻ്റെ വിസ, ഹൗസ് മെയ്ഡിൻ്റെ വിസയൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് നമുക്ക് പറ്റത്തില്ല, നല്ല വിസ വരികയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു വർഷത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് കുറേ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വന്നു, ഈ ട്രാവൽ ഏജൻസി കയറിയിട്ട് ഒരു വേക്കൻസിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ അപ്പോഴാണ് മോദിലിഫ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞൊരു എയർലൈൻസ് ഉണ്ട്. അപ്പം എയർപോർട്ടിൽ, അപ്പം എൻ്റെ ഒരു ഹോസ്റ്റൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, ഈ എയർപോർട്ടിൽ എങ്ങനെയുള്ള ആൾക്കാരാ? അപ്പോൾ അവൾ പറഞ്ഞു, എയർപോർട്ടിൽ നല്ല പിന്നെ ജോലിയുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ജോലിയെക്കുറിച്ച് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നാടി? അപ്പോൾ ഞാൻ പറഞ്ഞു, എടി പിന്നെ ഞാനിങ്ങനെ ചോദിക്കുക, എനിക്ക് പുറത്തേക്ക് പോകാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ആരെങ്കിലും പിന്നെ വിസയൊക്കെ തരുമായിരുന്നെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോകണമായിരുന്നു, നീ എന്ന് ചോദിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിക്കത്തൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അവൾക്കത് ഇഷ്ടമല്ല, അവൾക്ക് അങ്ങനെ ചോദിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷെ അവൾക്കറിയില്ലല്ലോ എൻ്റെ സ്വപ്നം എന്നാന്ന്. നമുക്ക് സ്വപ്നം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാവുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനായിട്ട് എന്തൊക്കെ വഴിയുണ്ടോ ആ വഴിയൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ലക്ഷ്യം ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം മോദിലിഫ്റ്റ് എയർലൈൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളുടെ മാനേജർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ആ മാനേജറെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ മാനേജർ ചെയ്യേണ്ട എല്ലാ വർക്കുകളും ഞാൻ എന്താ പറയുക നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സെക്ഷൻ ഞാൻ ശരിക്കും നന്നായിട്ട് സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഞാൻ വെച്ചാൽ അവിടെ ആർക്കും ഈ പിന്നെ ഇത് ചെയ്യാൻ ഇഷ്ടമില്ല. അതായത് നമ്മൾ ടിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ പിന്നെ ടിക്കറ്റിൻ്റെ കൂപ്പണുണ്ട്, ഓഫീസ് കൂപ്പൺ എന്ന് പറഞ്ഞൊരു കൂപ്പണുണ്ട്. ആ കൂപ്പൺ എടുത്തിട്ട് നമ്മൾ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. ഒരാൾക്കും അത് ഇഷ്ടമല്ല, രജിസ്റ്ററിൽ എൻട്രി ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല. അത് കുറേ ഉണ്ടാവുകയും ചെയ്യും. ഒരു ദിവസം എത്രയോ ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട്, ആരും എഴുതത്തില്ല.
പക്ഷേ ഇത് ഞങ്ങളുടെ മാനേജറുടെ പിന്നെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം ആ ബുക്ക് കംപ്ലീറ്റ് ആക്കുക. MD വരുമ്പം MD ആദ്യം നോക്കുക ആ ബുക്കിലകത്തോട്ടാ. ആ ബുക്കിൽ എന്താ ഉള്ളത്, ആ ബുക്കിൽ നോക്കിയാൽ അന്ന് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കമ്പ്യൂട്ടറൈസ്ഡ് ഒന്നും അല്ല. ടിക്കറ്റ് മാത്രമാണ്, പിന്നെ ബുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് പിന്നെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസബിലിറ്റി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കമ്പ്യൂട്ടറിലല്ല ചെയ്യുന്നത്. എല്ലാം മാനുവലാണ്, രജിസ്റ്റർ ബുക്കാണ് എല്ലാം. അപ്പം ഈ MD വന്ന ഉടനെ മാനേജറെ വിളിക്കും, ബുക്ക് കൊണ്ടുവരാൻ പറയും. ബുക്കിൽ സാർ നോക്കും. അപ്പം എത്രത്തോളം ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കും.